നിങ്ങൾക്ക് ഇതുവരെ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ, മോണിറ്റൈസേഷൻ എലിജിബിലിറ്റി ആയിട്ടില്ലെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ട് ഇവർ കോൺടാക്ട് ചെയ്യും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പുതിയ യൂട്യൂബർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആകാത്തതാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയതായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ബന്ധുക്കളുടെയോ കൂട്ടുകാരുടെയോ ചാനൽ മോണിറ്റൈസ് ആകാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇവിടെ മോണിറ്റൈസ് ആകാത്തതിന് കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ 4000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ കാണേണ്ടത് തന്നെയാണ്. കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ആളുകൾക്ക് ഓൾറെഡി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, പലർക്കും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ എന്നെ ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ ചിലർ എന്നോട് ഡയറക്റ്റ് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, ചേട്ടാ സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരുമോ, വാച്ചവേഴ്സ് കൂട്ടിത്തരുമോ? ഇതാണ് അവർ നേരെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഇവരെ മറ്റു പല യൂട്യൂബേഴ്സും കോൺടാക്ട് ചെയ്യാറുണ്ട്. അതായത് ഈ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ആകാത്ത, അതായത് മോണിറ്റൈസേഷൻ ഇതുവരെ എലിജിബിൾ ആകാത്ത യൂട്യൂബേഴ്സിനെ മറ്റു പല യൂട്യൂബേഴ്സും ഇവരെ കോൺടാക്ട് ചെയ്യും. ഇവരെ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്? ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലൂടെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ, അതും അല്ലെങ്കിൽ ജിമെയിലിലൂടെയാണ് ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്തിട്ട് ഇവരോട് പറയുന്നത്, നോക്ക്, നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടു, നല്ല വീഡിയോസാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾ ഇടുന്ന വീഡിയോസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സോ വാച്ചവേഴ്സോ അല്ലെങ്കിൽ വ്യൂസോ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യുക, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും ഞാൻ കൂട്ടിത്തന്ന് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആക്കി തരാം. ഈ രീതിയിലാണ് ഇവരെ കോൺടാക്ട് ചെയ്യുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് പുതിയ യൂട്യൂബേഴ്സ് ഉണ്ട്. അവർ ജസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടേ ഉണ്ടാകത്തുള്ളൂ. അവർക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും വളരെ കുറച്ച് വാച്ചവേഴ്സുമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇവരിൽ ചില ആളുകൾക്ക് ഒരു വെപ്രാളം ഉണ്ടായിരിക്കും. എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂട്ടി, എത്രയും പെട്ടെന്ന് വാച്ചവേഴ്സ് കൂട്ടി, പെട്ടെന്ന് അവർക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഈ വെപ്രാളത്തിലിരിക്കുന്ന ഇവരുടെ അടുത്തേക്കായിരിക്കും ഇവന്മാർ ഈ ഒരു പ്രൊപ്പോസലുമായിട്ട് വരുന്നത്, ഞാൻ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് തരാം. അപ്പോൾ ഇവർക്കൊരു സന്തോഷമാണ് വരുന്നത്. ഇവരൊരിക്കലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പിന്നീട് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ഇവർ ആലോചിക്കത്തില്ല. ഇവർ ആ സന്തോഷത്തിൽ പൈസ പോയാലെന്താണ്, ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആയി കിട്ടുകയാണ്, ഇവരെ ഈ പണി ഏൽപ്പിക്കും. പക്ഷേ ഇവന്മാർ ചെയ്യുന്നത് എന്താണ്, ഇവന്മാർ നിങ്ങളുടെ ചാനലിൽ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഫേക്ക് വ്യൂസ് അടിച്ച് കയറ്റി തരും. എന്ന് പറഞ്ഞാൽ ഫേക്കായിട്ട് വാച്ചവേഴ്സ് നിങ്ങൾക്ക് അവിടെ കയറ്റി തരും. അതുപോലെ ഫേക്കായിട്ട് തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും, ഒരു ആവശ്യമില്ലാത്ത, ഒരു കാര്യമില്ലാത്ത സബ്സ്ക്രൈബേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് അവിടെ അവർ കാണിച്ചു തരും. അപ്പോൾ എലിജിബിലിറ്റി കംപ്ലീറ്റ് ആയ. അതുപോലെ മറ്റ് ചിലർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, അവർ പണി ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് അവർ തന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങളോട് പറയുകയും ചെയ്യും, നോക്ക്, വൈറലാകാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിലും അവന്മാർ ഫേക്കായിട്ട് തന്നെയുള്ള വ്യൂസ് അടിച്ച് കയറ്റി ഫേക്ക് വാച്ചവേഴ്സ് ക്രിയേറ്റ് ചെയ്ത്, അതുപോലെ ഫേക്ക് സബ്സ്ക്രൈബേഴ്സും ക്രിയേറ്റ് ചെയ്ത് എലിജിബിലിറ്റി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കും. ഇങ്ങനെ എലിജിബിലിറ്റി കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുത്താലോ ചില ചാനലുകൾക്ക് യൂട്യൂബ് അബദ്ധം പറ്റി മോണിറ്റൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില ചാനലുകൾ കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടുമുണ്ട്. അതിനുള്ള കാരണമുണ്ട്. കാരണം അവരുടെ കയ്യിലുള്ളത് ഒരു ചത്ത ചാനലാണ്. അവർക്ക് ID വെരിഫിക്കേഷൻ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ ഒരുപാട് വ്യൂസും വാച്ചവറും ഉള്ളത്. ബാക്കി എല്ലാ വീഡിയോസും 10 വ്യൂസ്, 5 വ്യൂസ്, 2 വ്യൂസ്, 1 വ്യൂ, ഇങ്ങനെ മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ വീഡിയോ ഇവന്മാർ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത വ്യൂസ് മാത്രമാണ് അതിലുള്ളത്. അതും യൂട്യൂബ് അബദ്ധം പറ്റി കൊടുത്തതാണ്. ബാക്കി അവർ പുതിയ വീഡിയോസ് ഇട്ടാൽ പോലും അവർക്ക് വ്യൂസും കിട്ടുന്നില്ല, ഒരു കുന്തവും അവിടെ കിട്ടുന്നില്ല. അതുമാത്രമല്ല, യൂട്യൂബ് ഈ ഒരു അബദ്ധം മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ചാനലിനെ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞത് അബദ്ധം പറ്റി യൂട്യൂബ് ആർക്കാണോ മോണിറ്റൈസേഷൻ കൊടുക്കുന്നത് ആ ചാനലുകളുടെ കാര്യം അവർക്ക് പിന്നീടായിരിക്കും പണി കിട്ടുന്നത്. പക്ഷേ മറ്റ് ചാനലുകളുടെ കാര്യമോ, അവർ ഇതേപോലെ ഫേക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ യൂട്യൂബിന് കാര്യം മനസ്സിലാവുകയും ചെയ്യും. അപ്പം തന്നെ യൂട്യൂബ് ആ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നുമുണ്ട്. അതുകൊണ്ട് എനിക്കിവിടെ പറയാനുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങളെ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുകയാണ്, സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരാം, വാച്ചവേഴ്സ് കൂട്ടിത്തരാം, ഈ ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ആ വഴിക്ക് നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടും, നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലും നഷ്ടപ്പെടും. അതുപോലെ നിങ്ങളും ആരോടും ചോദിക്കാതിരിക്കുക, സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരുമോ, വാച്ചവേഴ്സ് കൂട്ടിത്തരുമോ? ഈ ഒരു പരിപാടി, ഈ ഒരു ചോദ്യം നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തുക. അത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. എന്നോട് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, സബ്സ്ക്രൈബേഴ്സ് കൂട്ടിത്തരുമോ, വാച്ചവേഴ്സ് കൂട്ടിത്തരുമോ, എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് അവരോട് പറയാറുണ്ട്. ഈ വീഡിയോയിലും ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, ഞാൻ ഈ പരിപാടി ചെയ്യാറുമില്ല, ഞാൻ ചെയ്യത്തുമില്ല. ഈ ഒരു കാര്യം പറഞ്ഞ് എന്നെ ആരും വിളിക്കുകയും ചെയ്യരുത്. കാരണം ഞാൻ അത് ചെയ്യത്തില്ല.
നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടി വാച്ചവേഴ്സ് കൂട്ടി നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ കണ്ടൻസ് നേരായ രീതിയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഓർഗാനിക്കലി നിങ്ങളുടെ ചാനലിനെ നിങ്ങൾ ഗ്രോ ചെയ്യുക. അല്ലാതെ ഈ എളുപ്പ വഴിക്ക് ഈ ഷോർട്ട് കട്ട് വഴിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസയും നഷ്ടപ്പെട്ടു പോകും, നിങ്ങളുടെ ഈ ചാനൽ നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് നിങ്ങൾ ഒരിക്കലും പോകാതിരിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.